ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇമ്മിസറൈസിംഗ് ഗ്രോത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു രാജ്യം എക്കണോമിക് ഗ്രോത്ത്, അതായത് സാമ്പത്തിക വളർച്ച കൈവരിക്കുകയാണ്. എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ വെൽഫെയർ ഉണ്ടാകുന്നില്ല, ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഗ്രോത്തിനെയാണ് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇമ്മിസറൈസിംഗ് ഗ്രോത്ത്. ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് ഈസ് എ പാരഡോക്സിക്കൽ കോൺസെപ്റ്റ് ഇൻ ഇന്റർനാഷണൽ എക്കണോമിക്സ്. അതായത് ഇന്റർനാഷണൽ എക്കണോമിക്സിലെ വിരോധാഭാസമുള്ള, അതായത് വൈരുദ്ധ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. വേർ എക്കണോമിക് ഗ്രോത്ത് ഇൻ എ കൺട്രി ആക്ച്വലി മേക്ക് ഇറ്റ് വേഴ്സ് ഓഫ്. അതായത് സാമ്പത്തിക വളർച്ച ഒരു രാജ്യം കൈവരിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ അത് സാമ്പത്തിക വളർച്ച ആ രാജ്യത്തെ വേഴ്സ് ഓഫ് ആക്കുകയാണ്, മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മീനിങ്, ഇതിന് അർത്ഥം എന്താണ്? ഗ്രോത്ത് ലീഡ്സ് ടു ലോവർ നാഷണൽ വെൽഫെയർ ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിങ് ഇറ്റ്. അതായത് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ലോവർ ആയിട്ടുള്ള, കുറഞ്ഞ ഒരു ദേശീയ ക്ഷേമത്തിലേക്കാണ് ഒരു രാജ്യത്തെ ഈ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുപോകുന്നത്, അതിനെ ഇംപ്രൂവ് ചെയ്തതിന് പകരം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗ്രോത്തിനെയാണ് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് ഒക്കേഴ്സ് വെൻ എ കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത് കോസസ് എ ഡിറ്റീരിയറേഷൻ ഇൻ ഇറ്റ്സ് ടേംസ് ഓഫ് ട്രേഡ്. ഒരു രാജ്യത്തിന്റെ ടേംസ് ഓഫ് ട്രേഡിൽ അധപ്പതനം ഉണ്ടാകുമ്പോഴാണ് ആ രാജ്യത്തിന് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് സംഭവിക്കുന്നത്. അതായത് ടേംസ് ഓഫ് ട്രേഡിൽ അധപ്പതനം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് പ്രൈസ് ഏതിനെക്കാട്ടിലും എക്സ്പോർട്ട് പ്രൈസിനെക്കാട്ടിലും കൂടുകയോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് പ്രൈസ് ഫാൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കാണ്. അതായത് റിലേറ്റീവ് ടു ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്പോർട്ട് പ്രൈസ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇംബാലൻസ് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് സോ സിവിയർ. അത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഇറ്റ് ഓഫ്സെറ്റ്സ് ദ ഗെയിൻസ് ഫ്രം ഗ്രോത്ത്. അതായത് ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു നേട്ടം രാജ്യത്തിന് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഓഫ്സെറ്റ് ചെയ്ത് കളയും, അത് ഇല്ലാണ്ടായി കളയും. ലീവിങ് ദ കൺട്രി വേഴ്സ് ഓഫ്. രാജ്യം എന്തിലേക്ക് പോകും? ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിസ്റ്റ് ജഗദീഷ് ഭഗവതി. ഇദ്ദേഹം 1958 ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഹൗ ഇറ്റ് വർക്ക്സ്. സപ്പോസ് എ കൺട്രി ഗ്രോസ് ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്സ്. ഒരു രാജ്യം വളർച്ച കൈവരിക്കുന്നത്, സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് എക്സ്പോർട്ട്, കയറ്റുമതി ചെയ്തിട്ടാണെന്ന് വിചാരിക്കുക. അതായത് എസ്പെഷ്യലി ഓഫ് പ്രൈമറി കമ്മോഡിറ്റീസ് ലൈക്ക് ഓയിൽ ഓർ കോഫി. അതായത് ഇങ്ങനെയുള്ള പ്രൈമറി കമ്മോഡിറ്റീസ് ആണ് ഈ ഓയിലും കോഫിക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്പോർട്ട് ചെയ്ത് ആ രാജ്യം വളർച്ച കൈവരിക്കുന്നത് കരുതിയാൽ, ഹവർ ദിസ് ഇൻക്രീസ്ഡ് സപ്ലൈ ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ്. അതായത് ഇങ്ങനെ ഒരുപാട് രാജ്യം പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സപ്ലൈ ഇങ്ങനെ കൂടിക്കൂടി വരികയല്ലേ. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ സാധനത്തിന് വില കുറയും. ക്യാൻ കോസ് വേൾഡ് പ്രൈസസ് ഫോർ ദോസ് എക്സ്പോർട്ട് ടു ഫാൾ. ഓക്കെ, അപ്പൊ ഈ എക്സ്പോർട്സിന്, ഈ ഉൽപ്പന്നങ്ങൾക്ക് വേൾഡ് മാർക്കറ്റിൽ വില കുറയും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ഡ്രോപ്സ് സിഗ്നിഫിക്കൻ്റ്ലി. ഈ എക്സ്പോർട്ടിന്റെ, ഈ ഉൽപ്പന്നത്തിന്റെ വില ഒരുപാട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് സ്റ്റേസ് ദ സെയിം ഓർ റൈസസ്. അതായത് ഇമ്പോർട്ടിന്റെ വില, ഇറക്കുമതിയുടെ വില അതുപോലെ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇറക്കുമതി വിലയുടെ വില അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ കൂടുകയാണ്, എന്നാൽ എക്സ്പോർട്ടിന്റെ വില കുറയുകയാണ്. അപ്പൊ രാജ്യത്തിന് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് ദ കൺട്രി റിലൈസ് ഹെവിലി ഓൺ എക്സ്പോർട്ട് ഫോർ ഇൻകം. ഒരുപാട് രാജ്യത്തിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഈ എക്സ്പോർട്ടിനെ ആശ്രയിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് ആ രാജ്യത്തെ നയിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും വേൾഡ് മാർക്കറ്റിൽ ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ വില കുറയുന്നതിന് കാരണമാകുന്നു. ദെൻ ദ കൺട്രി മേ എൻഡ് അപ്പ്. അവസാനം ഈ രാജ്യം ഏത് അവസ്ഥയിൽ എത്തിച്ചേരും? ഏർണിംഗ് ലെസ് ഫ്രം എക്സ്പോർട്സ്. അതായത് കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുന്നു. ഡെസ്പൈറ്റ് പ്രൊഡ്യൂസിങ് മോർ. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറവാണ്. അപ്പം പേയിങ് മോർ ഓഫ് ഇമ്പോർട്ട്സ്. അതേസമയം അവർ ഇറക്കുമതിക്ക് കൂടുതൽ പേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആൻഡ് ലൂസിങ് വെൽഫെയർ ഓവറോൾ പൊതുവായിട്ട് ആ രാജ്യത്തിന്റെ ക്ഷേമത്തെ ഇത് ബാധിക്കുന്നു. ഇനി നമുക്ക് കണ്ടീഷൻസ് ഫോർ ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് നോക്കാം. ഏതൊക്കെ കണ്ടീഷൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ, ദ കൺട്രി ഈസ് ലാർജ് ഇനഫ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ് ടു ഇൻഫ്ലുവൻസ് വേൾഡ് പ്രൈസസ്. അതായത് ലോകത്തിലെ ആ ഉൽപ്പന്നത്തിന്റെ, വേൾഡ് മാർക്കറ്റിലെ ആ ലോകത്തിന്റെ ഉൽപ്പന്നത്തിന്റെ വില സ്വാധീനിക്കത്തക്ക വണ്ണം അത്രയും വലിയ കൺട്രി ആയിരിക്കും, അത്രയും പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു രാജ്യമായിരിക്കും. അതൊക്കെ ഒരു കണ്ടീഷനാണ് കേട്ടോ. നോട്ട് എ സ്മാൾ എക്കോണമി. അതൊരു സ്മാൾ എക്കോണമി ആയിരിക്കത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്ത കണ്ടീഷൻ, ഗ്രോത്ത് ഈസ് എക്സ്പോർട്ട് ലെഡ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പോർട്ട് കൊണ്ടാണ് രാജ്യം ഒരു ഗ്രോത്ത് കൈവരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഇതുണ്ടാവും. എസ്പെഷ്യലി ഇൻ സെക്ടേഴ്സ് വിത്ത്
വോളറ്റൈൽ ഓർ ഇനിലാസ്റ്റിക് ഡിമാൻഡ്, അതായത് വോളറ്റൈൽ ഇനിലാസ്റ്റിക് ഡിമാൻഡ്, അതായത് ഒരു ഉൽപ്പന്നം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ ആവശ്യക്കാർ, അത് മേടിക്കുന്ന ആൾക്കാർ കൂടിക്കൂടി വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഇഷ്ടം പോലെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡാണ്. ഡിമാൻഡ് ഇലാസ്റ്റിക് ആവാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലും ഇത് സംഭവിക്കും. അടുത്തത് ടേംസ് ഓഫ് ട്രേഡ് ഡിറ്റീരിയറേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ടേംസ് ഓഫ് ട്രേഡ് അതപ്പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക്കലി ഡ്യൂ ടു ഗ്രോത്ത് കൊണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പം ഇത് കാരണം ഇത് സംഭവിക്കും. The negative price effect outweighs the positive production effect. അതായത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈ പ്രൈസ് എഫക്റ്റ്, ഈ വില കുറയുന്ന സിറ്റുവേഷൻ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റിനെക്കാട്ടിലും കൂടുതലാവുന്ന ഒരു സിറ്റുവേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇമ്മിസറൈസിങ് ഗ്രോത്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു ഡയഗ്രാം വരുന്നുണ്ട്, നമുക്ക് ആ ഡയഗ്രാം പരിശോധിക്കാം. അതായത് ഈ ഡയഗ്രത്തിൽ വൈ ആക്സിലും എക്സ് ആക്സിലും വരുന്ന രണ്ട് ഗുഡുകളാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡും എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. ഓക്കെ, ആ രാജ്യം അതിന്റെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഗുഡുകൾ, അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന കർവുകൾ. ഓക്കെ, ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇതൊക്കെ ടേംസ് ഓഫ് ട്രേഡ് ലൈനുകളാണ്. ടേംസ് ഓഫ് ട്രേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നീട് വരുന്ന ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ്. അതായത് ഈ ഇൻഡിഫറൻസ് കർവിനനുസരിച്ചാണ് ആ രാജ്യത്തിന്റെ ക്ഷേമം മനസ്സിലാക്കുന്നത്. അതായത് മുകളിലോട്ടുള്ള ഇൻഡിഫറൻസ് കർവ് മുകളിലോട്ട് പോകുന്തോറും ആ രാജ്യത്തിന്റെ ക്ഷേമം കൂടി വരികയും, ഓക്കെ, താഴേക്ക് വരുന്തോറും ആ രാജ്യത്തിന്റെ ക്ഷേമം കുറഞ്ഞു വരികയും ആണ് ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇനിഷ്യൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പോയിന്റ് എയിലാണ് ആദ്യത്തെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ വരുന്നത്. അതായത് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ, ഈ ഒരു ടേംസ് ഓഫ് ട്രേഡിൽ, ഈ ഒരു ഇൻഡിഫറൻസ് കർവ്, ഇതാണ് എൻ്റെ ക്ഷേമം, ഇതാണ് എൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഇതാണ് എൻ്റെ ടേംസ് ഓഫ് ട്രേഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് ആദ്യം ആ രാജ്യം നിൽക്കുന്നത്. അതിന് ഇനിഷ്യൽ സ്റ്റേജ് അതാണ്. ഓക്കെ, ഇനി ഗ്രോത്ത് ആൻഡ് മൂവ്മെന്റ് ടു എ ഡാഷ്, അപ്പോഴാണ് രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടായത്. അതിന്റെ റിസോഴ്സും ടെക്നോളജി കൂടിയപ്പോഴത്തേക്ക് അതിന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒരു ഗ്രോത്ത് ഉണ്ടായി. ഓക്കെ, ഇങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടായി. ഓക്കെ, ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡ്യൂ ടു ഗ്രോത്ത്, അതായത് മോർ എക്സ്പോർട്ട്, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പോഴാണ് രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടായത്. ദ കൺട്രീസ് പ്രൊഡക്ഷൻ ഷിഫ്റ്റ്സ് ടു പോയിന്റ് എ ഡാഷ്, രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ എയിൽ നിന്ന് എ ഡാഷിലേക്ക് ആ രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്തു. ഹൗവർ ദിസ് എക്സ്പാൻഷൻ ആൾട്ടേഴ്സ് ഗ്ലോബൽ സപ്ലൈ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ കൂടുതൽ സപ്ലൈ ഗ്ലോബൽ മാർക്കറ്റിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഗ്ലോബൽ സപ്ലൈ കൂടുമ്പോഴത്തേക്ക് അതിന്റെ ടേംസ് ഓഫ് ട്രേഡ് വേഴ്സനിങ് ആവുകയാണ്. ഓക്കെ, ടേംസ് ഓഫ് ട്രേഡ് വേഴ്സനിങ് ആയി, ആ ടേംസ് ഓഫ് ട്രേഡ് ലൈൻ കുത്തനെയായി. ഓക്കെ, ഇങ്ങനെ കുത്തനെ ആകുന്നു എന്ന് പറയുന്നത് ആ ടേംസ് ഓഫ് ട്രേഡ് വേഴ്സനിങ് ആവുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് ലെസ് ഫേവറബിൾ ആയിട്ടാണ് ആ രാജ്യത്തിന് ഉള്ളത്. ഓക്കെ, നൗ ദ കൺട്രി ക്യാൻ ട്രേഡ് ലെസ് ഫേവറബിളി ഇൻ ഗ്ലോബൽ മാർക്കറ്റ്. രാജ്യത്തിന് ഫേവറബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ടേംസ് ഓഫ് ട്രേഡ് ലൈൻ കുത്തനെ നിൽക്കുന്നത് കൊണ്ട് രാജ്യത്തിന് ഫേവറബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് റിസൾട്ടിങ് കൺസംഷൻ അറ്റ് ബി ഡാഷ്. അപ്പോൾ അവിടെ കൺസംഷൻ വരുന്നത് എത്രയിലേ ഉള്ളൂ? ബി ഡാഷിൽ മാത്രമേ കൺസംഷൻ വരുന്നുള്ളൂ. ഓക്കെ, അതായത് ആ ഉൽപ്പന്നങ്ങളുടെ കൺസംഷൻ, അവിടെ ഡിമാൻഡ് അവിടെ ഇല്ല. അതായത് ഇത്രയും കൺസംഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെന്ന് പറയുന്നത് ആ ടേംസ് ഓഫ് ട്രേഡ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്നാൽ കൺസംഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ കൺസംഷൻ വരുന്ന പോയിന്റിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വെൽഫെയർ അളക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ബി ഡാഷ് ലൈസ് ഓൺ എ ലോവർ ഇൻഡിഫറൻസ് കർവ് ദാൻ പോയിന്റ് എ. അതായത് പോയിന്റ് എയിലുള്ള ഈ ഇൻഡിഫറൻസ് കർവിനെ കാട്ടിലും ഒരു താഴ്ന്ന ഒരു ഇൻഡിഫറൻസ് കർവിലാണ് എന്ത് നിൽക്കുന്നത്? ബി ഡാഷ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ കൺക്ലൂഷൻ പറയുന്നത് എന്തിനാണ്? ഈ എക്കണോമിക് ഗ്രോത്ത്, അതായത് ഗ്രോത്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൂടി ഗ്രോത്ത് ഉണ്ടായപ്പോഴത്തേക്ക് അതിന്റെ വെൽഫെയർ ഇവിടെ നിന്ന് എന്തിലേക്ക് വന്നു? ഇവിടേക്ക് വന്നു. അതായത് ഇതെടുക്കാൻ പറ്റത്തില്ല, ഇവിടെ കൺസംഷൻ നടക്കുന്നില്ല, ഈ ബി ഡാഷിലാണ് കൺസംഷൻ നടക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഇൻഡിഫറൻസ് കർവ് താഴെ ഉള്ള ഒരു ഇൻഡിഫറൻസ് കർവ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, താഴോട്ട് പോകുന്തോറും ഇൻഡിഫറൻസ് കർവിന്റെ ആ ഒരു വെൽഫെയർ കുറഞ്ഞു വരികയാണെന്ന്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. രാജ്യം വേഴ്സ് ഓഫ് ആയിരിക്കുകയാണ്. അപ്പം ഇത്രയുമാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.